everyone, welcome back to my YouTube channel. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ന്യൂസ് ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഈ ഒരു ഗാർഡന് കിട്ടിയിട്ടുണ്ട്. തായ്ലാൻഡിലെ പട്ടായയിലെ 500 ഏക്കറിലധികം വിസ്തീർണമുള്ള ഒരു വലിയ പ്ലാൻ ഗാർഡനും വൺ ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസും ആണ് ഇത്. ഈ കാണുന്നത് ഗാർഡന്റെ ഒരു വലിയ മാപ്പാണ്. അതിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ മെയിൻ എൻട്രൻസ് തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ബേബി ഡൈനോസേഴ്സും അതുപോലെ തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഏരിയ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഗൈഡ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പൊ ഉള്ളത് ന്യൂസ് വില്ലേജിലാണ് കേട്ടോ. ഞങ്ങൾ മെയിൻ എൻട്രൻസിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അകത്തേക്ക് കയറി ഇവിടെ ഫുള്ള് ഗാർഡൻ സെറ്റപ്പ് ആണ് കേട്ടോ. വെറൈറ്റി ട്രീസും അതുപോലെ തന്നെ കാക്ടസിന്റെ ഒക്കെ സംഭവങ്ങൾ കുറെ ഉണ്ട്. ഈ ഒരു ഗാർഡന്റെ ഉള്ളിലായിട്ട് ചെടികൾ മാത്രമല്ല കേട്ടുള്ളത്. ഇതിന്റെ ഉള്ളില് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഡൈനിങ് ഏരിയാസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തായ്ലാൻഡിൽ വന്നിട്ട് തായ്ലാൻഡിലെ മെയിൻ ക്യൂസീൻസ് ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഇന്റർനാഷണൽ ഫുഡും തായ് ക്യൂസീൻസ് ഒക്കെ കിട്ടുന്ന ഒരു ബഫറ്റ് റെസ്റ്റോറന്റിലാണ് കേട്ടോ. ഇവിടെ കുറെ സാലഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്നാണ് പപ്പായ സാലഡ്. പിന്നെ ഇവിടെ സൂപ്പാണ് കേട്ടോ. ഇത് ഫിഷ് സൂപ്പാണ്. പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് നൂഡിൽസ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ സൂപ്പാണ് കേട്ടോ. കുറെ വെറൈറ്റി സൂപ്പ്, മഷ്റൂം സൂപ്പ്, അതുപോലെ തന്നെ ലെമൺ ഗ്രാസ് സൂപ്പ്. ഈ സംഭവം ചിക്കൻ ആണ് കേട്ടോ. ക്രിസ്പി ചിക്കൻ എന്ന് പറയും. നമ്മൾ കഴിച്ചാൽ പോലും പൊട്ടാത്തൊരു ചിക്കൻ ആയിരുന്നു. പിന്നെ സോയയില് മുക്കി വെച്ചിട്ടുള്ള ഫിഷ്, പിന്നെ പ്ലെയിൻ റൈസും എഗ് റൈസ്, ഇതൊക്കെയായിരുന്നു മെയിൻ ഐറ്റം ഉണ്ടായിരുന്നത്. പിന്നെ അവസാനം നമുക്ക് തായ് ഐസ് ഡിസേർട്ട് എന്ന് പറഞ്ഞൊരു ഡിസേർട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിച്ചു നോക്കി. ഭയങ്കര സിറപ്പിന്റെ പോലത്തെ ഒരു രുചിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ ഗാർഡൻ മൊത്തത്തിൽ കറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ്. അതിനു മാത്രം നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാനായിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കാശിന് വേർത്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഇത് മിസ്സാക്കാണ്ട് ഇവിടെ വന്ന് ഇതെല്ലാം കാണണം.
ഇവിടെ തിരിഞ്ഞാൽ ഡൈനോസേഴ്സ് പല കളറിലാണ് കേട്ടോ. നോക്കിയേ, അടിപൊളി. ഇതിന്റെയൊക്കെ വലിപ്പം നോക്കിയേ, നല്ല ഉയരത്തിലാണ് കേട്ടോ നിക്കണ. ഞങ്ങളിത് ഇപ്പൊ എലിഫന്റ് ഷോയും കൾച്ചറൽ ഷോയും കാണാൻ വേണ്ടി ഇരിക്കാണ്ടോ.
അങ്ങനെ ദേ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കുറേ ലക്ഷറിയസ് കാർസിന്റെ എക്സിബിഷൻ ഏരിയയിലേക്കാണ് കേട്ടോ. നിങ്ങൾ കാർ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അത്രത്തോളം കാർസും ജീപ്പും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ നമ്മൾ ന്യൂസ് വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ പോകുന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ്. ഞങ്ങളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകും. ഇത് സ്ഥലമൊന്നും മനസ്സിലായോ? നമ്മ അവിടെ ഒന്ന് നോക്കിയപ്പോ പട്ടായ നമുക്ക് പട്ടായ സിറ്റി മൊത്തം ഇവിടെ നിന്ന് കാണാട്ടോ. നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേഷനില്ലേ, അതാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടായ സിറ്റി എന്ന് എഴുതിയേക്കണം കാണാൻ പറ്റും. പട്ടായ സിറ്റി എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പട്ടായ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരുന്ന വെച്ചാൽ തായ്ലാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. തായ്ലാൻഡ് മിൽക്ക് ടീയും അതുപോലെ തന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബനാന മിൽക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബനാന മിൽക്കായിരുന്നു കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് കുടിച്ചപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഇത് നമ്മൾ രണ്ടും മിക്സ് ചെയ്തും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.